അപ്പൊ നമ്മളെ മണ്ണുടിയിൽ വന്നപ്പോ ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയില് പള്ളിപ്പെരുന്നാൾ ഉണ്ടെന്ന് കേട്ടിരിക്കണം. അപ്പൊ നമുക്ക് പള്ളിപ്പെരുന്നാൾ പോയിട്ട് കണ്ടിട്ട് വരാം. കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഹലോ ഗേസ്, അപ്പൊ നമ്മളിത് പോണ വഴിയൊക്കെ ഉണ്ടത്. നമ്മള് പള്ളിപ്പെരുന്നാളിന് പോവുകയാണ്. അപ്പൊ അങ്ങോട്ട് പോണ വഴികളൊക്കെയാണ് ഇത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ തിക്കി തിരക്കിയിട്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ പള്ളിയൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിക്കണു കേട്ടോ. ഓല കുരിശൊക്കെ മുന്നിൽ കയറ്റി വെച്ചിക്കണു. പിന്നെ ഇതവിടെ കച്ചവടക്കാർ വിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെയൊക്കെ പോയി എല്ലാതും ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി. പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ വാങ്ങിയത് വൈകി അറിയാം കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ചേട്ടനോടൊക്കെ കമ്പനി ആയിട്ട് ഞങ്ങൾ അതേതാന്നൊക്കെ ചോദിക്കരുത് കേട്ടോ. നിച്ചുട്ടിയും ചിമ്പി ഇബലൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ആ സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ കറക്കിയൊക്കെ ചെയ്തിരുന്നു. അതെന്താണെന്നൊന്നും മനസ്സിലായില്ല, എന്നാലും നമ്മൾ കറക്കിയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു, വലിയൊരു ഫ്ലവർ, 80 റുപ്യയുടെ സാധനം. അപ്പോൾ കുറേ ഫ്ലവേഴ്സും കുറേ കളിസാമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അവിടെ കപ്പലണ്ടി വിൽപ്പനക്കാരും എല്ലാ വിൽപ്പനക്കാരും പിന്നെ യൂണിക്കോണും അങ്ങനത്തെ ഓരോരോ ഷേപ്പ് ഇങ്ങനെ പറത്തിയിട്ട് ഇങ്ങനെ വിൽക്കണോലും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കളിസാമാനങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെണ്ടി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കളിസാമാനങ്ങളും. പിന്നെ ഞങ്ങൾക്ക് മോതിരം വാങ്ങിട്ടോ. എല്ലാവർക്കും വാങ്ങി. നിച്ചുട്ടിക്ക് വാങ്ങി, ഇക്കും വാങ്ങി, സ്വത്തുക്കും വാങ്ങി, നിച്ചുക്കും വാങ്ങി. എല്ലാവർക്കും മോതിരം വാങ്ങിട്ടോ. ഞങ്ങളതൊക്കെ പേര് എഴുതി. പിന്നെ ചിമ്മൻ്റെയും ഒന്നും പാകാവണില്ല. പിന്നെ കുടുങ്ങിയിട്ട് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതിന്മ പേര് എഴുതിയിട്ട് ഓൾക്കും കൊടുത്തു. പിന്നെ എല്ലാവർക്കും കിട്ടി മോതിരം. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു മാലയും വാങ്ങിട്ടോ, ഒരു മാല. പിന്നെ അത് ഇക്ക് കെട്ടി തന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. പിന്നെ വേറെ എങ്ങോട്ടേലും വെച്ചിട്ട് അവിടുന്ന് നമ്മൾ മടങ്ങിട്ടോ. പിന്നെ കുറേ മാജിക് ബുക്കും ഇതൊക്കെ വിൽക്കണ ഒരു കച്ചവടക്കാരനെ കണ്ടു. പിന്നെ അവിടെ മാജിക് ബുക്കും ഗിറ്റാറും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ അത് എടുക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ഇതൊക്കെ ഒരു ബിറ്റോട്ട് കഴിച്ചു, പക്ഷെ ഓളതൊന്നും കഴിഞ്ഞില്ല. എന്താ പറയാല്ലേ. പിന്നെ അവിടെ നിൽക്കാതെ ബാലപ്പടക്ക പൊട്ടുവരുന്നു കേട്ടോ. പള്ളിൻ്റെ മേലെ നിൽക്കാതെ പൊട്ടരുത്. 1.5 മണിക്കൂറൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ അവിടെ കുറേ കളിസവാരങ്ങൾ ഇട്ടാ പൊട്ടി, സ്ക്യൂബ് അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. എണ്ണി പറയാൻ നടക്കൂല കേട്ടോ. പിന്നെ ഒരു കിൽക്ക വാങ്ങിട്ടോ നമ്മൾ. പിന്നെ ലൈറ്റ് അതിനെ കണ്ണട കഴിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും ഓരോന്ന് വെച്ചു ഞങ്ങൾ ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. പടക്കം പൊട്ടിക്കാൻ കാണാൻ എല്ലാവരും അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെ നിൽക്കാതെ പൊട്ടിരുന്നു കേട്ടോ കേസ്. പടക്കം അലാക്കിൻ്റെ പടക്കം പൊട്ടലായിരുന്നു. പൊട്ടുക അലാക്കിൻ്റെ പടക്കം പൊട്ടിച്ചു നിൽക്കാതെ പൊട്ടുകയാണ്. പിന്നെ ഹൈഡ്രഞ്ചൻ ബലൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ തൂക്കിയിട്ട് ഓരോ ഷേപ്പ് വേറെ പ്ലെയിൻ ചെയ്തു. പിന്നെ പടക്കം പൊട്ടിട്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂറൊക്കെ കണ്ടിരുന്നു. പടക്കം പൊട്ടണ കണ്ട് മടുത്തു. അജായി സൗണ്ട് എന്ന് പറഞ്ഞാൽ നെഞ്ഞൊക്കെ കുത്തി പൊളിക്കണമായിരുന്നു പടക്കത്തിൻ്റെ സൗണ്ട്. ഞങ്ങൾ എടുത്തു പോയില്ല, കാരണം എന്താ പറഞ്ഞാൽ ഇമ്മൊട്ടില്ല, കത്തി പിടിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇട്ടില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തേക്കൊന്നും പോയില്ല, നമ്മൾ ദൂരെ നിന്ന് കണ്ടു. ഗ്രൗണ്ടിലിരുന്ന് പടക്കം പൊട്ടിച്ചിരുന്നു, പര്യാപുരം ഗ്രൗണ്ടിൽ. നല്ല വൈബ് ചില്ല് മൂടായിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. പടക്കം നിന്ന് പൊട്ടുക, ഫുള്ളും പടക്കം എന്ന് പറഞ്ഞാൽ ഫുള്ളും പടക്കും. കഴിച്ചോട്ടും ഇതും കുന്തം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ മരത്തിൻ്റെ ഇത് കാരണം കാണാനൊന്നും പറ്റില്ല, എന്നാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നുള്ളൂ. ഞങ്ങളപ്പുറത്തായിരുന്നു. നിൽക്കാതെ പൊട്ടത്. പിന്നെ അമ്മേനെ വീഡിയോ എടുത്ത് വലിയ ഇതൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് കേട്ടോ ഗൈസ്. എന്താ ഈ പടക്കം പൊട്ടണ കഴിയണില്ലല്ലോ പക്ഷേ. പിന്നെ അവിടെ ഹൈഡ്രജൻ ബലൂണ് പടക്കമൊക്കെ കഴിഞ്ഞു എന്നാ തോന്നുന്നു കേട്ടോ. എന്താ തിരക്കെന്നൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ജനങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. 100ൻ്റെ മേലൊക്കെ ഉണ്ടാവും എന്തായാലും. 200ൻ്റെ മേലെ 300ൻ്റെ മേലെ ആൾക്കാരൊക്കെ വന്നിരുന്നു. ഫുള്ള് ജനങ്ങളായിരുന്നു. പിന്നെ ഇഷ്ടംമാതിരി കച്ചവടക്കാരും വാണ്ടോളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ കുട്ടികളായിട്ട് കളിസാമാനത്തുമ്പോൾ ഒന്നും തിരിഞ്ഞില്ല. നമുക്ക് പിന്നെ അതൊന്നും ഇഷ്ടമല്ല. നമ്മൾ
ഡീസൻ്റ് കുട്ടിയാണ്. പിന്നെ ഞങ്ങൾ ആ പടക്കം പൊട്ടറൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. പള്ളിയിൽ പതാകൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് നല്ല DJ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഡാൻസ് കളിക്കാനൊന്നും പോയില്ല. ഞങ്ങളവിടെ അങ്ങനെ ഇപ്പം നമ്മളതിലൊരാൾ മിസ്സിങ് ആണ്. നമ്മളെ റിന് മിസ്സിങ് ആണ്. ഓള് ഉമ്മാനോടേക്ക് ടൂർ പോയിക്കാണ്. അതുകൊണ്ടാണ് ഓള് ഇതിലില്ലാതില്ലെങ്കിൽ ഓളും ഉണ്ടായിരുന്നു. പതാകൻ്റെ ഇതൊക്കെ ആയിട്ടാണ് രസമല്ല. അപ്പം നമുക്ക് കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പം നമുക്ക് അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ പള്ളി ഇടക്കിടക്ക് ഇങ്ങനെ കളറൊക്കെ മാറിനിട്ടുള്ളൂ. നീലവും പച്ചയാവും ചുവപ്പാവും. പിന്നെ ഓരോന്നും എഴുതി കാണിക്കും. അങ്ങനെയൊക്കെ വന്നിരുന്നു. നല്ല രസമല്ല പള്ളിയൊക്കെ ലൈറ്റ് ഇട്ട് പിന്നിട്ട് 3D ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.